സംസ്കൃതോത്സവത്തിൽ അനേകം സമ്മാനങ്ങൾ നേടിയ മട്ടാഞ്ചേരി TD ഹൈസ്കൂളിലെ വിഷ്ണു പ്രസാദ് നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, നമസ്കാരം. എന്തിനൊക്കെയാണ് സമ്മാനം ലഭിച്ചത്? സംസ്കൃത് പ്രഭാഷണം, പിന്നെ സംസ്കൃത് പ്രശ്നോത്തരി, പിന്നെ ഗ്രൂപ്പായിട്ടുള്ള വന്ദേ മാതരം, പിന്നെ ജനറലിന്റെ ഹിന്ദി പദ്യം ചൊല്ലലും. 4 സമ്മാനങ്ങളുണ്ട്. 1ാം സമ്മാനമാണ് എല്ലാത്തിനും. സന്തോഷമായോ? ആരാണ് ഇതിനെല്ലാം പ്രാക്ടീസ് എല്ലാം തന്നത്? എന്റെ അമ്മൂമ്മ. അമ്മൂമ്മ സംസ്കൃതം എല്ലാം നന്നായിട്ട് ഉപയോഗിക്കുന്നതാണോ? എങ്ങനെയാണ് പഠിപ്പിച്ചൊക്കെ തന്നത്? യൂട്യൂബിൽ നോക്കി നല്ലൊരു വീഡിയോ കഥ, ഒരു പ്രഭാഷണമായിരുന്നു അത്. എന്തായിരുന്നു വിഷയം? എന്തായിരുന്നു? സ്ത്രീരക്ഷണസ്യ മഹത്വം. ഒന്ന് പറഞ്ഞേ അത്. നമസ്സർവേഭ്യഃ. മമ അദ്യതന പ്രഭാഷണ വിഷയഃ അസ്തി സ്ത്രീരക്ഷണസ്യ മഹത്വം. സമാജേ സ്ത്രീണാം സ്ഥാനം പരമമൂല്യം. യത്ര നാര്യസ്തു പൂജ്യന്തെ രമന്തെ തത്ര ദേവതാഃ ഇതി മഹാഭാരതേ സ്പഷ്ടമുക്തം. സ്ത്രീയഃ കേവലം ഗൃഹിണ്യः वा मातरः न सन्ति, अपि तु ताः समाजस्य आधारः अपि. प्राचीनकालेषु अपि अस्माकं संस्कृतौ स्त्रियः उच्चस्थानं प्राप्ताः आसन्. गार्गी, मैत्रेयी, अनुसूया इत्यादयः महाशक्तयः विदुष्या च आसन्. അപ്പോൾ വിഷ്ണുപ്രസാദ് ഇനിയും അനേകം സമ്മാനങ്ങൾ നേടുവാനായിട്ട് സാധിക്കട്ടെ. സംസ്കൃതത്തിൽ നല്ലൊരു പണ്ഡിതനായിട്ട് വളരട്ടെ. അപ്പോൾ പ്രത്യേകം അമ്മൂമ്മയ്ക്കും എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും, മോന് പ്രത്യേകം ആശംസകളും നേരുന്നു. ശ്രീശങ്കർ കൊട്ടിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. TD ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ തബലയിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ശ്രീശങ്കർ. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സർ. എത്ര നാളായി ഇത് പ്രാക്ടീസ് തുടങ്ങിയിട്ട്? ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് ടേം പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിത് തുടങ്ങി. അതിനു മുമ്പും ഞാനിതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ടേം കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി. തബല ഇപ്പോൾ ഈ വർഷമാണ് പഠിക്കാൻ തുടങ്ങിയത്? അല്ല, ഞാനൊരു 2 വർഷമായി പഠിക്കുന്നു. 2 വർഷമായി പഠിക്കാൻ തുടങ്ങി. ആരാണ് ഇത് തബല അധ്യാപകൻ? ആരാണ്? രവീഷ് സർ ആണ്. സാറ് പഠിപ്പിച്ചു തുടങ്ങിയിട്ട്? സാറ് പഠിപ്പിച്ച് തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ട്, ഒരു 8 വർഷമായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാനായിട്ട്? മത്സരിക്കാൻ 2 പേരുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി തുടർന്നും ഈ തബലയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരുക്കമാണോ? ആ, അതെ. ഇനി മത്സരവേദികളിലെ സമ്മാനങ്ങൾ വാങ്ങും. ആരൊക്കെയുണ്ട് വീട്ടിൽ? അമ്മ, അച്ഛൻ, ചേച്ചി, ഞാൻ. ഈ അധ്യാപകരുടെ എല്ലാം സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എല്ലാം എങ്ങനെയായിരുന്നു? അധ്യാപകരുടെ സപ്പോർട്ട് വളരെ കൂടുതലായിരുന്നു. അധ്യാപകർ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറയും. പിന്നെ അവർ ചിലപ്പോൾ ഇങ്ങനെ സ്കൂൾ കലോത്സവത്തിന് വെച്ച് അവിടെ വെച്ച് തബല കൊട്ടി കാണിക്കാൻ, ആ സമയത്തൊക്കെ എനിക്ക് ഇവിടെ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു തബല കൊട്ടി കാണിക്കാൻ. ഒന്നും കൂടെ ശരിക്കൊന്ന് കൊട്ടി. तुम्हें
आपके सामने गजल पेश रहा हूँ। कला जिगर मुरादाबादी साहब की है, संगीतकार जगजीत सिंह साहब की है, फनकार चित्रा सिंह जी की है। दर्द भर कर सुहाना हो जाए, दर्द भर कर सुहाना हो जाए, ये വിദ്യാഭ്യാസ ചിട്ടികയിൽ ശാസ്ത്രീയമായി പുതുതായി നടപ്പിലാക്കുകയും ചെയ്ത വേദികമ്പി ഇന്നത്തെ ഭരണാധികാരികളെ പോലെ ജയിലിൽ കുറ്റവാളികൾക്ക് പാലും പഴവും മൊബൈൽ ഫോണും കൊടുത്ത് സഹിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അനീതിയും അക്രമവും കാണിക്കുന്നവർക്ക് കടുത്ത ശിക്ഷകൾ തന്നെ നൽകി. തത്വദീക്ഷയില്ലാത്ത നികുതി പിരിവിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. മഹിത ജന്മമായിരുന്നു ശത്രുക്കളെ എത്തിച്ചു. ഒരിക്കൽ ഒരു ഉപജാപക സംഘം രാജാവിനെ സമീപിച്ചു. മഹാരാജൻ, വേലുത്തമ്പിയെ വിശ്വസിക്കരുത്. നാട്ടിൽ അദ്ദേഹത്തിന് വമ്പിച്ച ജനസ്വാധീനമാണുള്ളത്. ജനസ്വാധീനവും അധികാരവുമുള്ള തമ്പി രാജാധികാരം പിടിച്ചുപറ്റാനുള്ള ശ്രമത്തിലാണ്. ഉപജാപക സംഘത്തിന്റെ കുതന്ത്രത്തിൽ രാജാവ് വീണു. വേലുത്തമ്പിയെ സ്ഥാനഭ്രഷ്ടനാക്കുവാനും പുറത്തിലേക്ക് പോവാനും രാജാവ് ഉത്തരവിട്ടു. നേരിന്റെ മാർഗം നാം നിങ്ങളെ സഹായിക്കാം. പക്ഷെ നാം ആർക്കും വെറുതെ ഒന്നും ചെയ്ത് കൊടുക്കാറില്ല. നാം നിങ്ങളിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നു. That means we expect some help from you. Receive the card. Zoya,
എന്തിനേടി ഇവരെ ഭക്ഷണാക്കിയ പങ്ക്? നിനക്കറിയോ മറുനാട്ടിലെ നെല്ലൂരിലെ പണിയെടുത്തക്കാടി പിതാക്കന്മാരുള്ളത്. അവർക്ക് ഓരോരുത്തരുടെ മനസ്സിലും എന്റെ മനസ്സിനെ പോലെ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മോൻ വളർന്ന് വലിയൊരാളായി നമ്മളെ കൊണ്ടുപോലെ നോക്കണമെന്ന്. എന്നിട്ടിപ്പോ ഞാൻ പോയി എല്ലാവരും താമസിക്കുന്ന വലിയ ഹോട്ടലിൽ എനിക്കും മുറി കിട്ടി. ആദ്യമൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. പിന്നെ അവരെനിക്കൊന്നും കുടിക്കാൻ തന്നു. അത് കുടിച്ച ശേഷം തലയാകെ എന്തോ പോലെ എന്റെ ദേഹത്ത് ആരോ പിടിച്ചു. ഞാനായിരിക്കും ഈ സിനിമയുടെ ഡയറക്ടർ ആൻഡ് നീ ആയിരിക്കും ഈ സിനിമയിലെ നായിക. ഓക്കെ, ഞാനൊരു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ സിനിമയായിരിക്കും എടുക്കാൻ പോകുന്നത്. അതിൽ നമ്മുടെ നാടിന്റെ കൾച്ചർ, ട്രഡീഷൻ എന്നിവയ്ക്ക് ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സൗന്ദര്യ സങ്കല്പവും ഞാൻ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതിനു മുമ്പ് let us meet our producer, Mr. Arun. The director എന്താ നേരത്തെ എന്നമാര് ബിസിനസ് പണിടോന്ന് അത് താൻ ഇവിടെ കാരണം നോക്കിയില്ല. അവസാനം ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ